എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീടിൻ്റെ മുന്നിൽ നിന്നും ഇൻട്രോ പറയുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരാഴ്ച നമ്മുടെ വയനാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു മിസ്റ്ററി ബോക്സ്. ഇതുവരെ എൻ്റെ ലാസ്റ്റ് 7 ഇയേഴ്സായി, നമ്മൾ 2019 തൊട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇതുവരെ നമുക്ക് ഇങ്ങനൊരു പെട്ടി വന്നിട്ടില്ല സുഹൃത്തുക്കളെ. ഈ പെട്ടിയുടെ സൈസ് ഒന്ന് നോക്കിട്ടാ, ഒറ്റ ഫ്രെയിമിൽ സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇജാതി പെട്ടി, ഇത്രയും വലിയൊരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈക്കിളാണ്. അതുപോലെ തന്നെ നമ്മൾ വയനാട് ട്രിപ്പിന് കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ പോളിവുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അഴിച്ചിട്ടില്ല, അഴിക്കണം. അഴിച്ച് നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കണം കേട്ടോ. മുഷിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മുടെ ജൂണോ സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഹായ് ജൂണോ, ഹായ് ഹായ്, ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും. എത്ര ദിവസമായി ചേട്ടനെ കണ്ടിട്ട്? ഇന്നലെ ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു കേട്ടോ. ജൂണോന് ഇന്നലെ ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. ജൂണോ ഒരാഴ്ച മിസ്സായത് ഇന്നലെ ഫുള്ള് തന്നെ സ്നേഹപ്രകടനം കാട്ടി കേട്ടോ. ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ സൈഡിൽ കാട്ടി കൊടുക്കാം. സുഖമല്ലേ നിനക്ക് സുഖമല്ലേടാ? നിനക്ക് സുഖമല്ലേടാ? സുഖമല്ലേ? പുതിയ പെട്ടി വന്നത് നീ കണ്ടാ? അൺബോക്സ് ചെയ്യാൻ വരണ്ടേ നീ അൺബോക്സ് ചെയ്യാൻ വരണ്ട. ഇവൻ അൺബോക്സ് ചെയ്യാൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. ഇവൻ ആകെ അൺബോക്സ് ചെയ്ത് അലങ്കോല. ഒരാഴ്ച ഞാൻ പോയപ്പോൾ കുറച്ച് ക്ഷീണമായിട്ടാ ജൂണോന്. അനിയൻ ഭയങ്കര നോക്കിയില്ല സുഹൃത്തുക്കളെ ശരിക്കും. പൊക്കോ ഗുഡ് ബോയ് ആണ് കേട്ടോ. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ സുഹൃത്തുക്കളെ. എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കേട്ടോ. നീ കണ്ടിട്ടുണ്ട് ഇത്രയും വലിയ ബോക്സ് നമ്മുടെ അവിടേക്ക് ഇത്രയും കാലയളവിനിടയിൽ ഇത്രയും വലിയ ബോക്സ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. വലിയൊരു ക്രൂഷ്യൽ അൺബോക്സിംഗ് ആണ് സുഹൃത്തുക്കളെ. ഒരു മിസ്റ്ററി ബോക്സ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ആക്ച്വലി വരുന്നത് ഇലക്ട്രിക് സൈക്കിളാണ്. നമ്മുടെ പക്ക അൺബോക്സ് ചെയ്യാനുള്ള കത്തി മിസ്സിങ് ആണ്. കടയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സാധനം വീട്ടിലത്തെ നൈഫ് കൊണ്ടാണ് മുറിക്കണത്. കത്രിക സിസേഴ്സ്. ജർമ്മനിലെ സിസേഴ്സിനെ എന്താ പറയാടാ? പറയേ, ജർമ്മനിലെ സിസേഴ്സിനെ എന്താ പറയാ? വിട്, ക്യാമറ വിട്. അത് മാത്രം അറിയില്ല. സിസേഴ്സിനെ ജർമ്മനിൽ എന്താ പറയാന്നറിയില്ലേ? ഞാൻ മറന്നു. അയ്യേ, നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും സുഹൃത്തുക്കളെ. സിസേഴ്സിനെ ജർമ്മനിൽ എന്താ പറയാന്നുള്ളത് കേട്ടാ. അനിയൻ B2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്. B2 പരീക്ഷ എന്താ അല്ല B1, സോറി B1 പരീക്ഷ. B1 പരീക്ഷ വിടടാ. സോ നമുക്ക് ഇതിന്റെ അൺബോക്സിങ് നമുക്ക് നടത്താം സുഹൃത്തുക്കളെ. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ പൊളിച്ച് നോക്കിയത് ഫുള്ള് ഇതായിട്ടായിരിക്കണം കേട്ടോ. കവറായിട്ട് ഏതാ കളറെന്ന് എനിക്കറിയില്ല. ഒരു ലൈറ്റ് ബ്ലൂ കളറാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. റെഡി ടു റൈഡാ, വേറെ ഒന്നും ചെയ്യാനില്ലാന്ന് തോന്നുന്നത്. എടാ നോക്കിയേ ഇങ്ങോട്ട് വാ. ഈ സാധനം നമുക്ക് ഫുള്ള് അതാണ് കേട്ടോ. ഇത്രയും വലിയ ബോക്സ് വരുന്നത്, ഇത്രയും വലിയ ബോക്സ് വന്നത് അതുകൊണ്ടാണ് കേട്ടോ. അവൻ പെണ്ണുങ്ങളുടെ പോലെ ഉള്ളിൽ പോയി ഇങ്ങോട്ട് പാടാൻ പോകണേ. അവനപ്പഴിക്കാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് ഓരോട്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നാ വായ പിടിക്കാന്നാ, അൺബോക്സ് ചെയ്യാം വാ. ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക? എന്നാ പിടിക്കത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കാത്? എടുക്കാൻ പറ്റോ? എന്റെ പുള്ളി എടാ ഫുള്ള് പൊളിക്കേണ്ടി വരുന്നുണ്ട്. നോക്കിയേ ഇത് ഇത്രയും വലിയ ഇത് വരണത്. എന്റെ പൊന്നെ ഇലക്ട്രിക് ആണ് വരണത് കേട്ടോ. ഇതെങ്ങനെ അൺബോക്സ് ചെയ്യാ അറിയില്ല. ഞാൻ ആദ്യം ഇതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ആദ്യം കമ്പനിയിലേക്ക് അയക്കട്ടെ കേട്ടാ. ഇത് എങ്ങനെയാ വരണേന്നുള്ളതൊന്ന് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അയച്ചിട്ട് നമുക്ക് പയ്യെ അൺബോക്സ് ചെയ്യാം. ഹെവി സാധനം. ഇത്രയും വലിയ ബൈക്ക് ഇത്രയും വലിയ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ, സത്യമായിട്ടും. ഒരു രക്ഷയില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ജസ്റ്റ് ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും ഒരുമിച്ച് പൊക്കേണ്ടി വരും കേട്ടോ. ഇതിവിടെ വെച്ചോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടി പൊക്കാൻ പോവാനുണ്ടോ? ഓക്കെ അല്ലേ? ബോക്സിൽ എന്ത് സാധനത്? ഇത് എന്തു സാധനത്?
ആ ഇത്രയും ഹെവി സാധനം ആദ്യമായിട്ടല്ല നമ്മള്. ഇതൊക്കെ എന്തിനാ എന്റെ പൊന്നി, എന്തൊക്കെയുണ്ട് ഗൈസ് ഇതിന്റെ ഉള്ളില്? വേറെ ബോക്സ് ഒന്നുമില്ല ഇതില്? പെഡലോ സാധനങ്ങളൊന്നും? ബാറ്ററിയുടെ ഒക്കെ ഇതില് സെറ്റ് ചെയ്തിട്ടാണോ? ആ അതില് വേറെ ഒന്നുമില്ല. നോക്കട്ടെ, ഇതാണ് വണ്ടി വരണേട്ടാ. ഹെവി സാധനല്ലേ? നോക്കട്ടെ എന്തിട്ടൊക്കെയുള്ളത്. ഇത് വരെ ചെയ്തതിൽ ഏറ്റവും വലിയ ബൈക്ക് ആയിരിക്കട്ടെ. ഫുള്ളി ഫിറ്റായിട്ടാണ് വന്നിരിക്കണം കേട്ടോ വണ്ടി. ഫുള്ള് ബബിൾ റാപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഒരു തട്ടലോ മുട്ടലോ പറ്റാതെ സാധനം എത്തിയിട്ടുണ്ട്. എന്റെ മോനെ ഹെവി ആയിട്ടല്ലേ? സസ്പെൻഷൻ ഒക്കെ ഉണ്ട് ഇവിടെ സസ്പെൻഷൻ ഉണ്ട്. ഇതാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി ഇതിന്റെ താക്കോലൊക്കെ എവിടെയാണോ? ഒരു ഐഡിയ ഇല്ല കേട്ടോ. നോക്കട്ടെ, ഇവിടെ എന്തോ സീറ്റിന്റെ അവിടെ എന്തൊരു ഇത് ചെയ്യാനുണ്ട്. സ്പാനർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്പാനറും ഒരു സ്പാനർ ഉണ്ട്, എല്ലങ്കി ഉണ്ട് കേട്ടോ. സ്പാനറും എല്ലങ്കീസും കിട്ടിയിട്ടുണ്ട്. വേറെ എന്തിട്ടൊക്കെയുള്ള നോക്കട്ടെ. അത് സിംഗിൾ സ്പീഡാടാ, സിംഗിൾ സ്പീഡാ വരുന്ന കേട്ടോ. ഓ ബബിൾ റാപ്പ് കൊണ്ട് നിറച്ചല്ലേ? ബബിൾ റാപ്പ് വെച്ചിട്ട് ഫുള്ള് നിറച്ചിട്ടുണ്ടല്ലോ. ബാക്കിലെ കാരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മഡ് ഗാർഡ് വെച്ചിട്ടാണ് വന്നിരിക്കണേ. ഇതൊക്കെ എങ്ങനെ തുറക്കാൻ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ ഇതൊന്നുമില്ല. ലൈറ്റ് കത്തിയിടാ അവിടെ, ലൈറ്റ് കത്തി. ഇത് എന്നിട്ട് ഇത് ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു പോർട്ട് പോലെ എന്തോ സാധനം ഉണ്ട്. നോക്കാം. അറിയില്ല ചാർജിങ്, എനിക്കറിയില്ല. ഞാനും ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യണേ. നോ ഐഡിയ. ഓരോ സാധനങ്ങൾ കമ്പനിക്കാർ, ഇത് ആക്ച്വലി ഓരോ കമ്പനിക്കാർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓടിച്ചു നോക്കാനും ഒക്കെ ആയിട്ട് അയച്ചു തരണതാട്ടോ വണ്ടികൾ. അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് അങ്ങനത്തെ ഡീറ്റെയിൽ ഒന്നും പറയാത്തത്. സോ അത് നമുക്കിതൊന്ന് പൊളിച്ചെന്താ സംഭവം എന്ന് പറയാം. ഫസ്റ്റ് ഇമ്പ്രഷനാണ് പറയണത്, റിവ്യൂ എന്നല്ല കേട്ടോ. ഓ ശേ സരസു കൊള്ളാം. ഇനി ഇവിടെ പെഡലുണ്ട്. ഒരു ബോക്സ് മിസ്സിങ് ആണെന്നുണ്ടല്ലേ നമുക്ക്. എനിക്ക് കണ്ടിട്ട് അതാ തോന്നണേ, ഒരു ബോക്സ് മിസ്സിങ് ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല, നോക്കി നോക്കേണ്ടി വരും. ഹാൻഡിൽ ബാർ അവര് വളച്ചട്ട വെച്ചിരിക്കണം കേട്ടോ. ഇതാണ് ഹാൻഡിൽ ബാർ വന്നിരിക്കണം. ഇതൊക്കെ എന്തൊരു വലുതാല്ലേ? പക്ഷെ ഇതിന്റെ ബാറ്ററിയും സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇത് ടൈറ്റ് ചെയ്യണം തോന്നുന്നുണ്ട് നമ്മളെ. ഇത് ടൈറ്റ് ചെയ്യണം തോന്നുന്നുണ്ട്. സോ ഈ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് ഇവിടുത്തെ ഈ സാധനം നട്ടൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. വേറെ ഇതുകളും കാണാനൊന്നുമില്ല. വേറെ ബാറ്ററി സാധനങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ബാറ്ററി ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. സ്വിച്ച് അമർത്തിയിട്ടും എനിക്ക് അതേനടാ ഇവിടെ ഓൺ ഓഫ് ഉണ്ടോ? ഓണും ഓഫും ലൈറ്റാന്ന് തോന്നുന്നുട്ടാ. ബൈക്കിന്റെ പോലെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്, താക്കോലും സാധനങ്ങളൊക്കെ എവിടെയാ? ഇതിൽ കാണാനില്ല. കത്രിക ഷോപ്പിൽ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. മറ്റേ സൈക്കിൾ പോയാൽ വയ്ക്കാൻ പറ്റില്ലേ? മറ്റേ സൈക്കിൾ പോയാൽ വയ്ക്കാം. മുതലൊന്നും മനസ്സിലാവില്ല.
താക്കോലും സാധനങ്ങളും ഇവിടെയാണ് കേട്ടോ അവര് ഈ സൈക്കിള് സാധനങ്ങള് വെച്ചിരിക്കണത്. എന്താ നമ്മുടെ പെഡലും യൂസർ മാനുവല് ഇതിലുണ്ട്, പിന്നെ ഇതിന്റെ പെഡലും ബാറ്ററിയും സാധനങ്ങളും ഇതിലുണ്ട്, പിന്നെ ഈ ബൈക്കിന്റെ ഓണേഴ്സ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞാനും വിചാരിച്ചു ഒന്നും കാണാനില്ല, നമുക്ക് തൽക്കാലം ഇത് വെച്ചിട്ട് സാധനം റെഡിയാക്കാം, എന്നിട്ട് ഞാൻ കാട്ടി തരാം കേട്ടോ. ബൈക്ക് ഏതാന്ന്. ഒരു ഹെവി വണ്ടി അല്ലേ? ഇവിടെ നോക്കി ഈ ഭാഗം കണ്ട, ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് കേട്ടോ, യൂട്ടിലിറ്റി ലൈക്ക് അങ്ങനത്തെ ഒരു ഇതാട്ടെ. ഹെവി ബൈക്ക്, യൂട്ടിലിറ്റി ബൈക്കാണ് വരണത്. അതിന്റെ ഒരു ഇതാണ് കേട്ടോ. ഇതുപോലെ 1-2 ബൈക്കുകൾ നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ കാട്ടി തരാം എന്തായാലും. ഇതാണ് ഇതിന്റെ സാധനങ്ങൾ വരുന്നത്. ഞാനൊന്ന് ഫിറ്റ് ചെയ്യട്ടെ കേട്ടോ. സോ ഇതാണ് സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും വലിയൊരു ബോക്സിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബോക്സ് അൺബോക്സ് ചെയ്ത് തുറന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇലക്ട്രിക് സൈക്കിൾ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഹെവി ഡ്യൂട്ടി ഇലക്ട്രിക് സൈക്കിളാണ് കേട്ടോ. 19,000 രൂപയ്ക്ക് താഴെയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് 30 ചില്ലറയാണ് ഓൺലൈൻ വില കണ്ടത്. ഞാനത് വാങ്ങാനോ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഞാനിത് ജസ്റ്റ് ഒരു ടെസ്റ്റിങ് മാത്രമാണ് കേട്ടോ. ഞാനൊരു റീൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരു ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കേബിൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ, ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് റൂമാണ് വരുന്നത് കേട്ടോ. ഫുള്ള് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ സസ്പെൻഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് ബാറ്ററി വരുന്നത്. സീറ്റ് നിങ്ങൾക്ക് ആക്ച്വലി ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി നിങ്ങൾക്ക് ഊരി ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം ഇതമർത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് അമർത്തി കഴിഞ്ഞ് ചെയ്യാം. കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ബാറ്ററിയും അതും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു കുഷ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. നിങ്ങളുടെ ഇതും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സൊമാറ്റോ ഓടുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെ ബാക്കിലിരുത്തി കൊണ്ടുപോകാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഒരു കുഷ്യനും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെന്താ, ഇതാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സാധനം ഡിസ്പ്ലേ ഓൺ ആവും. എക്കോ മോഡും ഉണ്ട്, പവർ മോഡും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ അതും ചെയ്യാം. പിന്നെ ഒരു ഹോൺ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്വിച്ച് ഓൺ. സോ ഇതാണ് ഇവിടത്തെയാണ് ആക്സിലേറ്റർ വരുന്നത്. ഒരു ഹെവി ഡ്യൂട്ടി ഇലക്ട്രിക് സൈക്കിൾ എങ്ങനെയുണ്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ് കേട്ടോ. നമുക്ക് ഒരു റീൽ വീഡിയോ റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നല്ലതാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു റീൽ വീഡിയോ ചെയ്യും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. സോ ഇതാണ് ബൈക്ക് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന ഈ സമയത്ത് ഞാനത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. വലിയൊരു അൺബോക്സിങ് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫുൾ റിവ്യൂ വീഡിയോ ഇൻസ്റ്റാഗ്രാം റീൽസിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലും വരുന്നതാണ് സുഹൃത്തുക്കളെ. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ വയനാട് പോയി വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വീണ്ടും വയനാട് പോയി തിരിച്ച് വന്നിട്ടാണ് കേട്ടോ. നാളെ എന്തായാലും ആ റേസിൻ്റെ വീഡിയോ, വയനാട്ടത്തെ റേസിൻ്റെ വീഡിയോയും 12 ലക്ഷത്തിൻ്റെ ബൈക്കും എല്ലാ വീഡിയോ ആയിട്ട് വരും. സ്റ്റേ ട്യൂൺഡ്. ബാക്ക് ഓൺ ട്രാക്കാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. അടുത്തൊരു കിടയിലും വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.